ഗായ്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഗായ്സ്, ഇവരിവിടെ ക്ലേ ഉണ്ടാക്കി കളിക്കുകയാണ്. ക്ലേ ഉണ്ടാക്കിയതല്ല, ഞാൻ കാണിച്ചിരുന്നു. ഞങ്ങൾ ക്ലേ ഉണ്ടാക്കിയല്ലേ ഇന്ന് മേടിച്ചോളൂ അല്ലേ ഗായ്സ്? ഇന്ന് മേടിച്ചതേ ഉള്ളൂ. നമുക്ക് ഞാൻ ക്ലേ എല്ലാം എടുത്ത് കാണിക്കാം, നിങ്ങൾ പഠിപ്പിക്കും ഗായ്സ്. അപ്പോൾ നമ്മൾ ക്ലേ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത്ര ഉള്ള ബാക്കിയുള്ളതല്ലേ? ഇതൊക്കെയാണ് ഗായ്സ് നമ്മുടെ ക്ലേ. ഇതൊക്കെയാണ് ഗായ്സ്. ഈ ക്ലയൊക്കെ കൂടെ ഇതാക്കി മിക്സാക്കി വേറെ ക്ലയൊക്കെ നമുക്ക് ഉണ്ടാക്കാം. ക്ലയിലൊക്കെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയാണ്. പിന്നെ എല്ലാം എൻ്റെ അകത്ത് കിട്ടും. കുറേ ആൾക്കാർ മേളിൽ പോവാം. മേളിൽ പോയി നമ്മുടെ പൂച്ചകളോടാണ് ഇപ്പം കുറച്ച് നേരം കളിക്കാം. അപ്പം ഗായ്സ്, നമ്മൾ ഇപ്പം ഇങ്ങനെ നടക്കുവാണ് ഗായ്സ്. തിരിച്ച് കാണിച്ചു തരാം. നമ്മളിങ്ങനെ ചുമ്മാ ഇങ്ങനെയൊക്കെ നടക്കുകയാണ്. അപ്പം ഇന്ന് നമ്മൾ ക്യാമറ തിരിച്ചു പോയി. ക്യാമറ ഇപ്പോൾ താഴെ പോയാണ്. നമ്മളിപ്പം ചെയ്യാനൊന്നുമില്ല. പിന്നെ എല്ലാവരും ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. ഇച്ചിരി നാൾ വ്ളോഗൊന്നും ഇല്ലായിരുന്നു, എനിക്ക് പനിയായിരുന്നു ഗായ്സ്. അതുകൊണ്ട് വ്ളോഗൊന്നും ഇടാൻ പറ്റിയില്ല. പിന്നെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്ത് വ്ളോഗ് നമ്പർ 2 ആണ്. ഞാൻ ക്യാമറ തിരിച്ചിട്ട് കാണിച്ചു തരാം. ഗായ്സ്, നമ്മൾ ക്യാമറ തിരിച്ചിട്ടുണ്ട്. കുറച്ചായാലും വ്ളോഗൊന്നും ഇല്ലായിരുന്നു. ഇരിക്കാം. ഞാൻ ഇവിടെ ഫോൺ വെക്കട്ടെ. ഇനി പറയാം. കുറച്ചാൾ വ്ളോഗും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു, ചുമയായിരുന്നു. അത് കാരണം നമ്മൾ വ്ളോഗും കാര്യങ്ങളൊക്കെ ഇടാല്ല. അപ്പം നമ്മളിങ്ങനെയൊക്കെയാണ് ഉറങ്ങുന്നത്. ആരാത്? ആരാ? നോക്ക്, ഇങ്ങോട്ട് നോക്ക്. ആരത്? കാത്തു നോക്ക്. ഇവിടെ ഞാൻ അവിടെ പോയിട്ട് കാണിച്ചു തരാം. കാത്തു ആരാ? അപ്പോൾ ഗൈസ്, ഞാൻ വിളിക്കാവേ. പൂച്ചാണ്ടികൾ അവിടെ കിടക്കുന്നു. നക്കി നോക്കി കൊടുക്കുന്നു ഗൈസ്. നക്കി നോക്കി കൊടുക്കുന്നു. പൂപ്പി നക്കി നക്കി നോക്കി കൊടുക്കുന്നു ഗൈസ്. എന്തുവാളേ? ഞാൻ നക്കി തന്നാ മതിയോ? ഞാൻ നോക്കി തന്നാ മതിയോ? ഞാൻ നോക്കി തന്നാ മതിയോ? അത് ചോദിക്കുവാണ്. ഞാൻ നോക്കി തന്നാ മതിയോ? കിടക്കുന്ന കിടഫ് കണ്ട പൂച്ചാണ്ടി. എടി പൂച്ചാണ്ടി നോക്കടി. ഇപ്പം രണ്ടെണ്ണമുള്ളൊരു കിഡിലെ ഫോട്ടോ കിട്ടും ഗൈസ്. ഫോട്ടോ എടുക്കട്ടെ. നോക്ക് നോക്ക് കാത്തു, ഇങ്ങോട്ട് നോക്ക്. ഈ ഒരു പൊസിഷനിൽ എടുക്കാം. ഈ പൊസിഷൻ സൂപ്പറായിരിക്കും. നോക്ക് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. കാത്തു നോക്ക് നോക്ക്. ഗൈസ്, ചാണ്ടികൾക്ക് ഫോട്ടോസൊക്കെ എടുത്തു കൊടുത്തു. അയ്യോ, ലൈറ്റും ഫാനും ഓഫ് ചെയ്തില്ല.
ഓ ഇപ്പം നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുന്നില്ലായിരിക്കും, കാരണം ടാഗുരുട്ടി ഇരുട്ടാണ് ഗൈസ്, എന്നെ കാണാൻ പറ്റത്തില്ല. പക്ഷേ ഇപ്പം നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുന്നുണ്ടായിരിക്കും, അതാണ് അതിൻ്റെ ഒരു ഇത്. ഓ സ്റ്റെയർ ഇറങ്ങിപ്പോന്നു. എന്തുവാടെ എല്ലാം നടക്കുമോ? നടക്കുവോ? ആർട്ടിസ്റ്റ് അല്ല, ആക്ട്രസ്. ഗൈസ് ഇതൊക്കെ ഇവന്റെ ആയുധങ്ങളാണ്. ഇതൊക്കെ ഇവന്റെ ആയുധങ്ങളാണ്. കാൽക്കുലേറ്ററാണ്, സൂപ്പറാണ്. എൻ്റെ അമ്മൂമ്മ അവിടെ നിന്ന് എന്തോ ഉണ്ടാക്കുവാണ്. നമുക്ക് എന്തോ ഉണ്ടാക്കുന്നത് നോക്കാം. എന്തോ ഞാൻ ഉണ്ടാക്കുന്നു. പറഞ്ഞോ, പറയില്ല. എന്തോ ഉണ്ടാക്കുന്നത്? ഞാൻ നല്ലപോലെ വിളിക്കട്ടെ. ചേമ്പിലപ്പം ഉണ്ടാക്കാൻ പോകുന്നു. ചേമ്പിലപ്പം ഉണ്ടാക്കാൻ പോകുന്നു. നിനക്കറിയാം അതെങ്ങനെയൊക്കെയാണെന്ന് അറിയില്ല. മുളക്, അരി എല്ലാം കൂടി, പുളി, ഇരുമ്പം പുളി എല്ലാം കൂടി അരച്ച് കട്ടിയായിട്ട് അരച്ചെടുക്കണം. അരച്ചെടുത്തിട്ട് ഇലയുടെ ഞരമ്പ് കളയണം. 2 ദിവസം മുമ്പേ പൊതിഞ്ഞ് വെക്കണം. എന്നിട്ടൊരു മഞ്ഞ കളർ വാടുമ്പോഴത്തേക്ക് ഇല വെച്ചിട്ട് അരിഞ്ഞുണ്ടാക്കാം. ഇങ്ങനെ അരിഞ്ഞുണ്ടാക്കാം. എന്നിട്ട് മാവ് പുരട്ടി ചുരുട്ടി വെക്കണം. എന്ത് മാവാ വരട്ടണ്ട? അരിമാവ്. അപ്പൊ കേട്ടല്ലോ ഗൈസ് എൻ്റെ അമ്മൂമ്മയുടെ റെസിപ്പി. അപ്പൊ ഗൈസ് എൻ്റെ പൂച്ചയാണ് എന്റെ ചുമ്മാ. ഗൈസ് എൻ്റെ അമ്മൂമ്മേനെ വിളിക്കുന്നത്. എന്താ ഇത്? തവളക്കൂട്ടരുണ്ടാക്കുന്ന എന്തോ പേര്? ആറാ? ആ പറയണേ, ഞാൻ പറഞ്ഞോളാം. പത്രവട എന്നാണ് ഗൈസ് ഈ സാധനത്തിന്റെ പേര്. അതാണ് ഇപ്പൊ പറഞ്ഞ പത്രവട. എന്റെ അപ്പു അവര് വന്നു അമ്മേ. ഗൈസ് എൻ്റെ അമ്മയൊക്കെ വന്നു ഗൈസ് അവരൊക്കെ വന്നു. എൻ്റെ അമ്മയൊക്കെ വന്നു. അമ്മയൊക്കെ ടൗണിൽ പോയിരിക്കുന്നത് ഹോസ്പിറ്റലിൽ കാണിക്കുന്നത്. അങ്ങോട്ട് പോവാം. എത്ര രൂപ? അവരെല്ലാം വന്നു. അവരിപ്പോ കേറി പോയിട്ട് അപ്പൊ ഗൈസ് അവരിപ്പോ കേറി വീട്ടിലോട്ട് പോകാം. ഒരു ട്രാൻസിഷൻ വീഡിയോ കണ്ടിട്ട് വാ. അപ്പൊ ഗൈസ് നിങ്ങൾ ട്രാൻസിഷൻ വീഡിയോ കണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങോട്ട് പോകാം. അപ്പൊ ഗൈസ് എന്റെ അന്യത്തിന് സംഭവം മേടിച്ച് എന്റെ സാധനം ഇങ്ങനെ കിടക്കാം. ഇവിടെ ഗൈസ് കിടക്കാനും ഇരിക്കാനും എല്ലാം സുഖം. ഞാനിപ്പോ ഇവിടെ പറയാൻ പറ്റുമോ ഗൈസ്? നിങ്ങൾക്ക് കുറച്ച് ഇരുട്ടാണ്. ഇരുട്ടൊക്കെ മാറിക്കാണാൻ എനിക്കിങ്ങനെ ഒറ്റക്കൊരു റൂമിൽ കയറി എനിക്കിഷ്ടമാണ്. നമുക്ക് വീഡിയോ അതിൻ്റെ ചെയ്യാം. കുറച്ച് നേരം ഉണ്ടായിരുന്നുള്ളൂ. അപ്പം കുറച്ച് നേരം ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് ഒരു 5 മിനിറ്റ് കാണും. 5 മിനിറ്റ് കാണും ഗൈസ്. എഡിറ്റ് ചെയ്ത് വരുമ്പോൾ ഇനിയും കുറയും. അപ്പം വീഡിയോ കാണുന്ന പകുതി ആൾക്കാരൊന്നും ഇല്ല അതിന് വീഡിയോ ആണ്. എന്തിനാണ് പറയുന്നത്? ഒരു കാലത്ത് ഞാൻ നടത്തിയെടുക്കും. ഇപ്പം എനിക്ക് 357 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഇനി അത് നമുക്ക് അടുത്ത ടാർഗറ്റ് 1K ആണ്. 1K
അത് നമുക്ക് ഒരു 5K എടുക്കാം. അത് നമുക്കൊരു 10K എടുക്കാം. നോക്കാം എന്തായാലും. നമുക്ക് ഒരാളിപ്പോൾ കാണുകയെന്ന് വെച്ചാൽ, ഇപ്പോൾ എൻ്റെ വീഡിയോ ഒരാൾ കാണുക, അയാൾ വേറൊരാളെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം. അയാളെടുത്ത് പറയണം, വേറെ ആളുടെ അടുത്ത് പറയണം. അങ്ങനെ പോകാം കേട്ടാ. അപ്പോൾ എല്ലാവരും പറയണം എനിക്ക് സബ്സ്ക്രൈബേഴ്സ് വേണം. അതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ള കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുക. ടേക്ക് കെയർ, ബൈ ബൈ.